തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥലം മാറ്റത്തിൽ ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ നടന്നിട്ടുള്ള സ്ഥലം മാറ്റങ്ങളിൽ വൻ കോഴ ഇടപാടുകൾ നടന്നിട്ടുള്ളതായും ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വെട്ടൂർ ജ്യോതിപ്രസാദ് ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ദേവസ്വം മന്ത്രി കെ മുരളീധരൻ എന്നിവർക്ക് നിവേദനം നൽകിയതായി അദ്ദേഹം പറഞ്ഞു. മേജർ ക്ഷേത്രങ്ങളിൽ നടന്ന നിയമനങ്ങളിൽ ലേലം വിളിയെ തോൽപ്പിക്കുന്ന മത്സരമാണ് നടന്നിരിക്കുന്നത്. 15 മുതൽ 50 ലക്ഷം വരെയും വാങ്ങിയാണ് ചില പോസ്റ്റിംഗ് നടന്നതെന്ന് ആരോപണമുണ്ട്. അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കേണ്ട ദേവസ്വം ഭരണത്തെക്കാൾ കാഴ്ചക്കാരന്റെ റോൾ മാത്രമാണ് പ്രസിഡന്റിന് ഉള്ളതെന്നും എല്ലാ കാര്യങ്ങളും ഒരു മെമ്പർ ഹൈജാക്ക് ചെയ്ത് ബോർഡിന്റെ വിശ്വാസ്യതയെ തന്നെ തകർക്കുകയാണെന്നും ജ്യോതിപ്രസാദ് ആരോപിച്ചു. അമ്മ സംഘടന ഇനി നയിക്കുക അഡ്കോ കമ്മിറ്റി. 9 അംഗ അഡ്കോ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. രമേശ് പിഷാരടിയാണ് കൺവീനർ. KB ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാദിഖ്, ഡോക്ടർ റാണി, കൃഷ്ണപ്രഭ, ആശാരവിന്ദ്, ഷാജോൺ, ദേബിചന്ദ്ര എന്നിവരാണ് അഡ്കോ കമ്മിറ്റി അംഗങ്ങൾ. 4 മാസമായിരിക്കും അഡ്കോ കമ്മിറ്റി സംഘടനയെ നയിക്കുക. സ്ഥിരം സമിതിയുടെ തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. തെരഞ്ഞെടുപ്പ് എപ്പോൾ നടത്തണമെന്നത് ഹഡ്കോ കമ്മിറ്റി തീരുമാനിക്കും. നടൻ ജഗദീഷാണ് ഹഡ്കോ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചത്. ഇന്ന് ചേർന്ന അമ്മ ജനറൽ ബോഡി യോഗം വളരെ നാടകീയതയോടെയാണ് അവസാനിച്ചത്. അമ്മയിലെ 17 ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചു. പിന്നാലെ പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം അമ്മയിലെ അംഗത്വവും രാജിവെക്കുന്നതായി ശ്വേതാ മേനോൻ പ്രഖ്യാപിച്ചു. തെളിവെടുപ്പിനിടെ മോഷണക്കേസിലെ പ്രതി ചാടിപ്പോയി. പൂജപ്പുര സ്വദേശി ബിജോയിയാണ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത്. മോഷണക്കേസിലെ പ്രതിയാണ്. വാടകയ്ക്ക് നൽകിയ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കടത്തിയെന്നായിരുന്നു പരാതി. ഈ സാധനങ്ങൾ ബിജോയുടെ സ്വന്തം വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നതിനിടെയാണ് ചാടിപ്പോയത്. വിളപ്പിൽശാല പോലീസ് പ്രതിക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാന ബജറ്റിലെ മദ്യവ്യാപനത്തിനും കരിമണൽ ഖനനത്തിനും വഴിയൊരുക്കുന്ന 2 പ്രധാന നിർദ്ദേശങ്ങളും അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനം UDFന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ ലഹരിവിരുദ്ധ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധവും ജനങ്ങളോടുള്ള വാഗ്ദാന ലംഘനവുമാണെന്ന് സുധീരൻ കുറ്റപ്പെടുത്തി. കൂടാതെ ധാതുമണൽ മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനം ആലപ്പുഴയിലെ തീരദേശ ജനതയെ വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണെന്നും മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുമേഖലയുടെ മറവിലും സ്വകാര്യ ലോബികൾക്ക് വേണ്ടിയും തോട്ടപ്പള്ളിയിൽ നടത്തിയ ഖനന ഉത്തരവുകൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടത് ഓർമ്മപ്പെടുത്തിയ സുധീരൻ തീരദേശത്തെ തകർക്കുന്ന ഇത്തരം ജനവിരുദ്ധ നിർദ്ദേശങ്ങളിൽ നിന്നും UDF സർക്കാർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 60കാരി മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം കുളത്തൂപ്പുഴ ചന്ദനക്കാവ് വടക്കേ ചെറുകര സ്വദേശിനി ചന്ദ്രികയാണ് മരിച്ചത്. രോഗലക്ഷണങ്ങൾ ഗുരുതരമായതിനെ തുടർന്നാണ് ചന്ദ്രികയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ICUവിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. KPCC അധ്യക്ഷ പദവി എപ്പോൾ വേണമെങ്കിലും ഒഴിയാൻ തയ്യാറെന്ന് സണ്ണി ജോസഫ്. KPCC അധ്യക്ഷ പദവി എപ്പോൾ വേണമെങ്കിലും ഒഴിയാൻ താൻ തയ്യാറാണെന്നും 2 ചുമതല വഹിക്കുന്നതിന്റെ പ്രയാസം നേതൃത്വത്തെ അറിയിച്ചുവെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. തനിക്കെതിരെ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നത് ആരാണെന്ന് അറിയില്ല. നല്ല ഉദ്ദേശത്തിലും മോശം ഉദ്ദേശത്തിലും വെക്കുന്നുണ്ടാകാം. KPCC നിർദ്ദേശിക്കുന്ന ഏതൊരു സമയത്തും ചുമതല കൈമാറാൻ തയ്യാറാണ് മന്ത്രി പറഞ്ഞു. കോട്ടയത്ത് മന്ത്രിക്കെതിരെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത് ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു മറുപടി. തൃശൂരിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ 27കാരൻ കൊല്ലപ്പെട്ടു. 4 സ്ത്രീകളടക്കം 6 പേർ അറസ്റ്റിൽ. തൃശൂരിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ കൊലപാതകം. ഒഡീഷക്കാരനായ ധൻപതി നായിക് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. തൃശൂർ നഗരത്തിൽ വാടക വീട്ടിൽ വെച്ചാണ് ഇയാൾ ആക്രമിക്കപ്പെട്ടത്. 4 സ്ത്രീകളും 2 പുരുഷന്മാരും അറസ്റ്റിലായി. ഒഡീഷ സ്വദേശികളാണ് പെൺവാണിഭ കേന്ദ്രം നടത്തിയിരുന്നത്. കഴിഞ്ഞ 18-ന് രാത്രിയാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് മരിച്ചത്. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇതര സംസ്ഥാനക്കാർക്ക് മാത്രമായിരുന്നു ഇവിടെ പ്രവേശനം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. 5-ാം ബ്ലോക്കിലെ പുതിയ കുളിമുറിക്ക് സമീപത്തെ കുപ്പിയിലാക്കി കുഴിച്ചിട്ട നിലയിലാണ് മൊബൈൽ ഫോണും പവർ ബാങ്കും കണ്ടെത്തിയത്. ജയിൽ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെടുത്തത്. കുപ്പിയിൽ മൊബൈൽ ഫോൺ കൂടാതെ ഹെഡ്ഫോൺ, ചാർജിംഗ് വയർ, സിം കാർഡ് എന്നിവയും കണ്ടെത്തി. ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സമയത്തെ ചൊല്ലി തർക്കം. സ്വകാര്യ ബസ്സുകൾ തമ്മിൽ വീണ്ടും തമ്മിലടി. സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബസ്സുകൾ തമ്മിൽ വീണ്ടും കൂട്ടിയിടിപ്പിച്ചു. കോഴിക്കോട് മാവൂർ റോഡിലാണ് സംഭവം. ഇടിയുടെ ആഘാതത്തിൽ യാത്രക്കാർക്ക് പരിക്കേറ്റു. നഗരത്തിൽ നിന്നും മാവൂരിലേക്ക് പോകുകയായിരുന്ന 2 ബസ്സുകളാണ് തമ്മിൽ തർക്കമുണ്ടായത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര ആരംഭിച്ച ഉടനെയാണ് സംഭവം. 2 യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. മാവൂരിലേക്ക് പോകുകയായിരുന്ന മലബാർ എന്ന ബസ്
നിള എന്ന ബസ്സിലാണ് ഇടിപ്പിച്ചത്. നിള ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. വൈദ്യുതി പ്രതിസന്ധി ഡിസംബർ വരെ തുടരും. ലോഡ് ഷെഡിംഗ് ഇനിയും നീണ്ടേക്കുമെന്ന് KSEB. പ്രതിസന്ധി ഈ നിലയിൽ തുടർന്നാൽ ലോഡ് ഷെഡിംഗ് ഇനിയും നീട്ടേണ്ടി വരുമെന്നും വില നിയന്ത്രണം മറികടന്നും വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്നും KSEB വ്യക്തമാക്കി. ഇക്കാര്യം ഔദ്യോഗികമായി KSEB റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചു. നിലവിൽ വൈദ്യുതി വാങ്ങാൻ യൂണിറ്റിന് 10 രൂപയാണ് ഉയർന്ന പരിധി.